സ്മാർട്ട് അക്കാദമിയുടെ GK ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 1857 റിവോൾട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് 1848 ദത്താവകാശ നിരോധന നിയമമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് 1857 വിപ്ലവത്തിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ പറഞ്ഞു 1848 ദത്താവകാശ നിരോധന നിയമമാണ്. എന്താണ് ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ, അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യങ്ങളിലെ രാജാവ് മരണപ്പെട്ടാൽ, ഭരണാധികാരി മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷുകാർക്ക് സ്വന്തമാവും. അപ്പൊ അനന്തരാവകാശികൾ ഇല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ രാജ്യം ബ്രിട്ടീഷുകാര് ഏറ്റെടുക്കും. അതാണ് ദത്താവകാശ നിരോധന നിയമം. ദത്തുപുത്രന്മാർക്കൊന്നും പിന്നെ ഭരണാധികാരി ആവാൻ പറ്റില്ല. അപ്പൊ ഏത് വർഷമാണ് ദത്താവകാശ നിരോധന നിയമം പാസ്സാക്കിയത്? 1848 ദത്താവകാശ നിരോധന നിയമം. എന്താണ് കാരണം എന്ന് മനസ്സിലായാലും ആരാണ് ദത്താവകാശ നിരോധന നിയമം പാസ്സാക്കിയത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം പാസ്സാക്കിയത് 1848. 1848 ദത്താവകാശ നിരോധന നിയമം പാസ്സാക്കിയതാരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ആരാണ് ഈ ദത്താവകാശ നിരോധന നിയമം നിർത്തലാക്കിയത്? 1859 കാനിംഗ് പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം നിർത്തലാക്കിയത്. ഈ രണ്ട് പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ദത്താവകാശ നിരോധന നിയമം പാസ്സാക്കിയത്? 1848 ഡൽഹൌസി പ്രഭുവാണ്. ആരാണ് നിർത്തലാക്കിയത്? കാനിംഗ് പ്രഭുവാണ്. വർഷം ഏതാണ്? 1859. ആദ്യമായിട്ട് ദത്താവകാശ നിരോധന നിയമം വഴി ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് സത്താറ. അപ്പൊ സത്താറയാണ് ഈ ദത്താവകാശ നിരോധന നിയമം വഴി ബ്രിട്ടീഷുകാര് കൈക്കലാക്കിയ ആദ്യത്തെ നാട്ടുരാജ്യം. സത്താറയാണ് 1848. ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത ദത്താവകാശ നിയമം വഴി ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത അവസാനത്തെ നാട്ടുരാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔദാണ്. 1856. 1859 നിയമം പിൻവലിച്ച അവസാനത്തെ നാട്ടുരാജ്യം ഏതാണ്? 1856 ഔദാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856 ഔദാണ്. അപ്പൊ ആദ്യത്തെ ഏതാണ്? സത്താറയാണ്. അവസാനത്തെ ഏതാണ്? ഔദാണ്. ഈ ഔദ് ബ്രിട്ടീഷുകാര് കൈക്കലാക്കുമ്പോൾ അവിടുത്തെ നവാബായിരുന്നത് വാജിദ് അലി ഷാണ്. ഈ വാജിദ് അലി ഷായെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. 1857 കലാപകാരികളിൽ ലക്നൌവിലെ നവാബായിട്ട് അവരോധിച്ചത് ആരാണ്? ബിർജിസ് ഗാദാർനെയാണ്. അദ്ദേഹം വാജിദ് അലി ഷായുടെ മകനാണെന്ന് പഠിച്ചിരുന്നു. 1857 കലാപകാരികൾ ലക്നൗ നവാബായിട്ട് അവരോധിച്ചത് ആരാണ്? ബിർജിസ് ഗാദാർനെയാണ്. അദ്ദേഹം ആരുടെയാണ്? ബ്രിട്ടീഷുകാർ നാട് കടത്തിയ വാജിദ് അലി ഷായുടെ മകനാണെന്ന് പറഞ്ഞു. വാജിദ് അലി ഷാ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്നു. ഔദിലെ ഭരണാധികാരിയായിരുന്നു. ബ്രിട്ടീഷുകാർ കൈയടക്കിയ അവസാനത്തെ നാട്ടുരാജ്യം ദത്താവകാശ നിയമം വഴി ബ്രിട്ടീഷുകാർ കൈയടക്കിയ അവസാനത്തെ നാട്ടുരാജ്യം ഔദും. ആദ്യത്തെ ഏതാണ്? സത്താറയാണ്. ഇനി ബ്രിട്ടീഷുകാർ കൈയടക്കിയ മറ്റു നാട്ടുരാജ്യങ്ങളാണ് ജയ്പൂർ, നാഗ്പൂർ, സംബൽപൂർ, ഝാൻസി. ജയ്പൂർ, നാഗ്പൂർ, സംബൽപൂർ, ഝാൻസി എന്നിവയാണ് മറ്റു നാട്ടുരാജ്യങ്ങൾ. അപ്പോൾ 1849 ജയ്പൂര്, നാഗ്പൂർ 1854, സംബൽപൂർ 1849, ഝാൻസി 1854 ബ്രിട്ടീഷുകാർ ഈ ദത്താവകാശ നിരോധന നിയമം വഴി കൈയടക്കി. ദത്താവകാശ നിരോധന നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? 1848. പാസ്സാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ആരാണ് നിർത്തലാക്കിയത്? 1859 കാനിംഗ് പ്രഭുവാണ്. എന്താണ് ദത്താവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞത്? അനന്തരാവകാശങ്ങളില്ലാത്ത നാട്ടുരാജ്യങ്ങൾ അവിടുത്തെ ഭരണാധികാരി മരണപ്പെട്ടാൽ ബ്രിട്ടീഷുകാർ അവർ കൈയടക്കും. അതാണ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുക. അതാണ് ദത്താവകാശ നിരോധന നിയമം. അങ്ങനെ ബ്രിട്ടീഷുകാർ കൈയടക്കിയ ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? സത്താറയാണ്. 1848 അവസാനത്തെ നാട്ടുരാജ്യവും ഔദാണ് 1856. ആരായിരുന്നു ഔദ് കൈയടക്കുമ്പോൾ? അവിടുത്തെ നവാബായിരുന്നു വാജിദ് അലി ഷാ. അദ്ദേഹത്തിന്റെ മകനായ ബിർജിസ് ഗാദാർനെയാണ് 1857 കലാപകാരികൾ ലക്നൗ നവാബായിട്ട് അവരോധിച്ചത്. ബ്രിട്ടീഷുകാർ കൈയടക്കിയ മറ്റു നാട്ടുരാജ്യങ്ങൾ ഈ നിരോധന നിയമം വഴി അവർ കൈയടക്കിയ മറ്റു നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജയ്പൂര്, നാഗ്പൂര്, സംബൽപൂർ, ഝാൻസി എന്നിവയാണ്. ജയ്പൂർ 1849, നാഗ്പൂർ 1854, സംബൽപൂർ 1849, ഝാൻസി 1854. അപ്പൊ ഈ ദത്താവകാശ നിരോധന നിയമം 1848 പാസ്സാക്കി എന്ന് പറഞ്ഞു അല്ലെ. അതിനു മുൻപേ ബ്രിട്ടീഷുകാർ അനൗദ്യോഗികമായിട്ട് ഈ നിയമം നടപ്പിലാക്കിയിരുന്നു. ഔദ്യോഗികമായിട്ടല്ല, അനൗദ്യോഗികമായിട്ട് ഈ നിയമം നടപ്പിലാക്കിയിരുന്നു. അത് കർണാടകത്തിലെ കിട്ടൂർ എന്ന പ്രദേശത്തെ
സ്വന്തമാക്കാനായിരുന്നു 1824. 48 ഇവിടെ, പക്ഷെ അതിന് 24 വർഷം മുൻപേ ബ്രിട്ടീഷുകാർ അനൗദ്യോഗികമായിട്ട് ദത്താവകാശ നിരോധന നിയമം വഴി നടപ്പിലാക്കിയതും അങ്ങനെ ആ നിരോധന നിയമം വഴി അവർ കൈയടക്കിയത് കർണാടകയിലെ കിട്ടൂരാണ്. ഇതിനെതിരെ പോരാടിയ ധീര വനിതയാണ് കിട്ടൂർ റാണി ചിന്നമ്മ. അപ്പൊ 1848 ഈ നിയമം നടപ്പിലാവുന്നതിന് മുൻപേ തന്നെ 1824 ബ്രിട്ടീഷുകാർ ഇത് നടപ്പിലാക്കിയിരുന്നു അനൗദ്യോഗികമായിട്ട്. ഈ 1848 തന്നെ ഔദ്യോഗികമായിട്ട് അവര് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. മറ്റത് അനൗദ്യോഗികമായിട്ട് കർണാടകയിലെ കിട്ടൂർ കൈയടക്കാൻ 1824 ഒരു നിയമം ഉപയോഗിച്ചിരുന്നു. അന്ന് അതിനെതിരെ പോരാടിയ ധീരവനിതയാണ് കിട്ടൂർ റാണി ചിന്നമ്മ. ഒന്നുകൂടെ നോക്കാം. 1848 ദത്താവകാശ നിരോധന നിയമം പാസ്സാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. 1859 കാനിൻ പ്രഭുവാണ് നിർത്തലാക്കിയത്. ദത്താവകാശ നിരോധന നിയമം പ്രകാരം ബ്രിട്ടീഷുകാർ കൈയടക്കിയ ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയാണ്. 1848 അവസാനത്തെ നാട്ടുരാജ്യം ഔദാണ്. 1856 വാജിദ് അലി ഷായാണ് ആ സമയത്ത് നവാബായിരുന്നത്. അദ്ദേഹത്തിന്റെ മകനായ ബിർജിസ് ഖാദറാണ്. 1857 കലാപകാരികൾ ലക്നൗ നവാബായിട്ട് അവരോധിച്ച വ്യക്തി. 1857 കലാപകാരികൾ ഡൽഹി സുൽത്താനായിട്ട് അവരോധിച്ച ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നെക്സ്റ്റ് ബ്രിട്ടീഷുകാർ കൈയടക്കിയ മറ്റു നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജയ്പൂർ, നാഗ്പൂർ, സംബൽപൂർ, ഝാൻസി. ജയ്പൂർ ഏത് വർഷം? 1849, നാഗ്പൂർ 1854, സംബൽപൂർ 1849, ഝാൻസി 1854. നെക്സ്റ്റ് 1824 ഈ 48 നിയമം ഔദ്യോഗികമായിട്ട് പാസ്സാക്കുന്നതിന് മുമ്പ് 1824 അവർ അനൗദ്യോഗികമായിട്ട് ബ്രിട്ടീഷുകാർ ഈ നിയമം ഉപയോഗിച്ചിരുന്നു. കർണാടകയിലെ കിട്ടൂർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെതിരെ പോരാടിയ ധീരവനിതാരാണ്? കിട്ടൂർ റാണി ചിന്നമ്മയാണ്. ഇത്രയൊക്കെ മനസ്സിലായാലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് 1857 വിപ്ലവത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു? 1857 വിപ്ലവത്തിന്റെ അനന്തരഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു 1857 വിപ്ലവത്തിന് ശേഷം. അപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇതുവരെ ഭരണം നടത്തിയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം എന്താണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയമാണ് അവർ സ്വീകരിച്ചത്. ഭരണമാറ്റം എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണമാറ്റം പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം, ഭരണമാറ്റം മൂലം പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. ഭരണമാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, പിന്നീട് നേരിട്ട് രാജ്യങ്ങളുടെ കയ്യിലെത്തി ഭരണം. അപ്പൊ എന്താണ്, അവിടെ ഒരു നിയമം നിരോധിച്ചു. അത് ഏതായിരുന്നു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദത്താവകാശ നിരോധന നിയമമാണ്. ഭരണമാറ്റം മൂലം പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്താവകാശ നിരോധന നിയമം. അപ്പൊ എന്താണ് 1857 വിപ്ലവത്തിന്റെ ഫലം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നാണ് 1857 വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഫലമായിട്ട് പറയുന്നത്. ഈ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം എന്തായിരുന്നു? ഭിന്നിപ്പിച്ച് ഭരിക്കുക. പിന്നെ അവര് വിപ്ലവമൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ തൽക്കാലം അടിച്ചമർത്തി. അതിനുശേഷം ഈ ഭരണമാറ്റം ഉണ്ടായപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമൊക്കെ അവസാനിച്ചു. പിന്നീട് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വന്നു. അതിനുശേഷം ഏത് നിയമമാണ് പിൻവലിച്ചതെന്ന്? ദത്തവകാശ നിരോധന നിയമം 1848 ഇപ്പോൾ പഠിച്ച നിയമം പിൻവലിച്ചു. ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട്. 1857 വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഈ ഭരണം അവസാനിക്കാൻ കാരണമായ ആക്ടാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. എന്താ പറയുക, അവർ വിപ്ലവത്തിന് ശേഷം പിന്തുടർന്ന നയം എന്താണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയമാണ് ബ്രിട്ടീഷുകാർ പിന്തുടർന്നത്. ഭരണമാറ്റം വന്നതിന് ശേഷം പിൻവലിക്കപ്പെട്ട നിയമം ഏതാണ്? 1848 ദത്താവകാശ നിരോധന നിയമമാണ്. ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണെന്ന് പറഞ്ഞു. ആക്ടിനെ കുറിച്ചാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1858 നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട്. പിന്നെ ഭരിച്ചത് ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലായി. അങ്ങനെ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രകാരം ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്ത ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറയുന്ന മറ്റൊരു പേര് എന്താണ്? വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണത്.
അപ്പോൾ ഈ വിളംബരം വന്നതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടമായി. ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. അങ്ങനെ ഭരണം ഏറ്റെടുത്ത ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ്. ഈ 1858 വിളംബരം എന്തൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നും ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു. ഈ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏത് വിപ്ലവത്തിന്റെ ബേസിലാണ് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1857 വിപ്ലവം തുടക്കത്തിൽ പറഞ്ഞത്. അപ്പൊ 1857 വിപ്ലവത്തിന്റെ അനന്തരഫലമായിട്ടാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ടായത്. അപ്പൊ അതെന്ത് പേരിൽ അറിയപ്പെടുന്നു? ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ആക്ട് ആണ്. ഈ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി പാൽമർസ്റ്റോൺ പ്രഭുവാണ്. പാൽമർസ്റ്റോൺ പ്രഭുവാണ്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചിരുന്നു. വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാൽമർസ്റ്റോൺ പ്രഭുവായിരുന്നു. അദ്ദേഹമാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഇറങ്ങിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ചത് കാനിങ് പ്രഭുവാണ്. 58 അപ്പോൾ അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചതാണ് പാൽമർസ്റ്റോൺ പ്രഭു. ഈ വിളംബരം അലഹബാദിൽ ചേർന്ന ദർബാറിൽ 1858 നവംബർ 1 വായിച്ചതാരാണ്? കാനിങ് പ്രഭുവാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നും ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആക്ട് ആണ്. ഈ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ച പകരം ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. അങ്ങനെ ഭരണം ഏറ്റെടുത്ത ഇന്ത്യയുടെ ഭരണാധികാരിയായ രാജ്ഞി ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിയാണ് പാൽമർസ്റ്റോൺ പ്രഭു. 1858 നവംബർ 1 ഈ വിളംബരം അലഹബാദിൽ ചേർന്ന ദർബാറിൽ വായിച്ച കാനിങ് പ്രഭുവാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ജനതയെ ഭരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവി. ഇന്ത്യൻ ജനതയെ ഭരിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ 1858 വിളംബരത്തോട് ശേഷം ഇന്ത്യൻ ജനതയെ ഭരിക്കാനായിട്ട് ഒരു പ്രത്യേക പദവിയുള്ള ആൾക്കാരെ ഏർപ്പെടുത്തി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നാണ് ആ പദവി. ഇന്ത്യൻ ജനതയെ ഭരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലിയാണ്. സ്റ്റാൻലിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയത്. എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. ഏറ്റവും കൂടുതൽ കാലം ഈ പദവിയിലിരുന്നത് ജോർജ് ഹാമിൽട്ടൺ ആണ്. ഏറ്റവും കൂടുതൽ കാലം പദവിയിലിരുന്നതാണ് ജോർജ് ഹാമിൽട്ടൺ. ആദ്യം ആരായിരുന്നു? എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ജോർജ് ഹാമിൽട്ടൺ ആയിരുന്നു. അവസാനം വില്യം ഫ്രാൻസിസ് പെരേര. ഏറ്റവും അവസാനം ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയതാരാണ്? വില്യം ഫ്രാൻസിസ് ഹാരെ. ആദ്യത്തെ എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി, ഏറ്റവും കൂടുതൽ ജോർജ് ഹാമിൽട്ടൺ, ഏറ്റവും അവസാനം വില്യം ഫ്രാൻസിസ് ഹാരെ എന്നിവരായിരുന്നു ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പദവി അലങ്കരിച്ചത്. ഇന്ത്യൻ ജനതയെ ഭരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പ്രത്യേക പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ആദ്യം ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയത് ജോർജ് ഹാമിൽട്ടൺ, ഏറ്റവും കൂടുതൽ കാലം വില്യം ഫ്രാൻസിസ്, ഏറ്റവും ഫസ്റ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി, ഏറ്റവും കൂടുതൽ കാലം ജോർജ് ഹാമിൽട്ടൺ, പിന്നെ ഹാരെ ആണ് ഏറ്റവും അവസാനം വില്യം ഫ്രാൻസിസ് ഹാരെ. നമ്മുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആ സമയത്ത് 1857 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നത് പഠിച്ചില്ലേ? കാനിങ് പ്രഭു എന്നൊക്കെ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ഉദ്യോഗസ്ഥൻ വൈസ്രോയി ആയ വർഷം 1858 ഓഗസ്റ്റ് 22 ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വൈസ്രോയി ആയി. ഇപ്പൊ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ പദവി മാറി, പിന്നീട് അതാണ് വൈസ്രോയി ആയും. 1858 ഓഗസ്റ്റ് 22 ഗവർണർ ജനറൽ എന്ന പദവി മാറിയിട്ട് വൈസ്രോയി ആക്കിയതും. പിന്നെ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ഗവർണർ ജനറൽ എന്ന പദവി എടുത്തു പകരം ഇന്ത്യയുടെ വൈസ്രോയി ആയിരിക്കും. വൈസ്രോയി എന്ന പദവി 1858 ഓഗസ്റ്റ് 22 നിലവിൽ വന്നത്. ഇന്ത്യൻ ജനതയെ ഭരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പുതിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ ആദ്യമായിട്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയത് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി, ഏറ്റവും കൂടുതൽ കാലം ജോർജ് ഹാമിൽട്ടൺ, ഏറ്റവും അവസാനം ആരാണ്? വില്യം ഫ്രാൻസിസ് ഹാരെയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ഉദ്യോഗസ്ഥൻ വൈസ്രോയി ആയ വർഷം വൈസ്രോയി എന്ന പദവി ആക്കിയത് 1858 ഓഗസ്റ്റ് 22 ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആക്ട് ആണ്. ഇത് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. അപ്പോൾ ഈ വിളംബരത്തിന് ശേഷം എന്തായി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയുടെ ഭരണം നഷ്ടമായി. പകരം ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തു. അങ്ങനെ ഇന്ത്യയുടെ ഭരണാധികാരി ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി.
ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പാൽമർസ്റ്റോൺ പ്രഭുവാണ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന പാൽമർസ്റ്റോൺ പ്രഭുവാണ്. അലഹബാദിൽ ചേർന്ന ദർബാറിൽ 1858 നവംബർ 1 ഈ വിളംബരം വായിച്ചതാരാണ്? കാനിംഗ് പ്രഭുവാണ്. ഇന്ത്യയെ ഭരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പ്രത്യേക പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി, ഏറ്റവും കൂടുതൽ ജോർജ് ഹാമിൽട്ടൺ, ഏറ്റവും അവസാനം വില്യം ഫ്രാൻസിസ് ആരെ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേര് വൈസ്രോയി ആക്കിയ വർഷം ഏതാണ്? ആ പദവി മാറ്റിയിട്ട് വൈസ്രോയി ആക്കിയത് 1858 ഓഗസ്റ്റ് 22 ഈ ആക്ടിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് വരുന്നത്. ഇത്രയൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത സെഷൻ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് നോക്കാം.